എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കല്ലേ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തെങ്കിലും കുറഞ്ഞ കാര്യങ്ങളോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട, ഒക്കെ റെഡി ആയിക്കോളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രയത്നിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ യൂണിഫോമിൻ്റെ സ്കേർട്ടില്ലേ, കുട്ടികൾ ചെറിയ ഷർട്ടും സ്കേർട്ടും ഉണ്ടാകും, ആ സ്കേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. പിന്നെ പിന്നെ മാഷാ അല്ലാഹ് എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബായി, വളരെ സന്തോഷം. എല്ലാ സബ്സ്ക്രൈബിനും ഞാൻ നന്ദി പറയാണ്. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിലും ഞങ്ങളെ ഉൾപ്പെടുത്തണം, ഞങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തും. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു 10-31 വർഷമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ രക്തം തന്നെയാണ് ഓള്, അതിലേറെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ്. ഓൾക്ക് കുറച്ച് സുഖമില്ലായ്മ കൊണ്ട് മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും ഓളെ ഒരു അസുഖത്തിനെ കുറിച്ച് എനിക്ക് എപ്പോഴും വിഷമമാണ്. അവൾ എല്ലാവരെ പോലെയും സന്തോഷമായി നടക്കേണ്ടിയിരുന്ന ഒരാൾ എപ്പോഴും ഒരു ഗുളികയും കഴിച്ച് ഒരു സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ, അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബ്സിനും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ഓളെ അസുഖം മാറാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം പഠിച്ചോൻ തെറ്റേന്ന് ഞാൻ പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്കേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാം, നമ്മൾ ക്ലാസ് എങ്ങനെ ഉണ്ട് നോക്കുക. ചെറിയ കുട്ടിയാണ്, 9 ഇഞ്ച് ലെങ്ത്താണുള്ളത്, 22 ഇഞ്ച് ഹിപ്പ് ലൂസാണുള്ളത്. അപ്പോൾ 9 ഇഞ്ച് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി, വളരെ ചെറുതല്ലേ, ആളെന്നെ വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നത് അവർ മോണ്ടി 1 അതായിരിക്കും ഇത്ര ചെറിയ ഒരു സ്കേർട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടായിരിക്കാം. നമ്മൾ നോക്കി നോക്കട്ടോ എങ്ങനെയാണെന്ന്. 1.5 മീറ്ററാണ് കേട്ടോ ഇത് മൊത്തം ഉള്ളത്, 1.5 മീറ്ററാണ്. ഓക്കെ, 1.5 മീറ്ററിന് നമ്മൾ 2ആയി മുറിച്ച് കട്ട് ചെയ്തിക്കുകയാണ് കേട്ടോ. കണ്ടോ, 1.5നേക്കാൾ കുറച്ചുകൂടെ ഉണ്ടാവും. 30 ആകുമ്പോഴാണല്ലോ 60, അപ്പോഴല്ലേ 1.5 ഉണ്ടാവുക, അതിനേക്കാൾ ഒരു 4 ഇഞ്ച് കൂടുതൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് ഉള്ളത് 9 ഇഞ്ചാണ് ആളെ മിഡിക്ക് ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 9 ഇഞ്ചിലേക്ക് നമ്മൾ 9.5 കഴിച്ചിട്ട് പിന്നെ 3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 10.5, 11.5, 12.5, 3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മളിത് മടക്കി അടിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ വെട്ടിട്ടിട്ടുണ്ട് കണ്ടോ, ഈ വെട്ടുക ഇതിലാണ് മടക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലൊരു 1/2 ഇഞ്ചിൽ മടക്കുക. ഓക്കെ, 1/2 ഇഞ്ചിൽ താഴ്ഭാഗത്ത് കേട്ടോ, താഴ്ഭാഗത്ത് ഇതേപോലെ മടക്കുക. ഇനി ഇതിനെ ഒരു തവണയും കൂടി മടക്കാം. ഇത്ര വീതിയിലാണ് നമ്മൾ മടക്കുന്നത് കേട്ടോ. ഇത്ര വീതിയിൽ മടക്കുമ്പോൾ നമുക്ക് 9.5 ഇഞ്ചാണ് ക്ലോത്ത് വേണ്ടത്. നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ബാൻഡ് ലെങ്ത്തിന് കൂട്ടണില്ല, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അലാസ്റ്റിക്കിൻ്റെ ബാൻഡിനെ ലെങ്ത്തിന് കൂട്ടേണ്ട ആവശ്യം വരില്ല. പൊതുവേ നമ്മൾ ലെങ്ത്ത് എടുക്കുമ്പോൾ ഇതും ഇതിലേക്ക് 1/2 ഇഞ്ച് തുമ്പുമാണ് കൂട്ടേണ്ടത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഒരു പീസായി, ഒരു പീസും കൂടെ ഇതേപോലെ ചെയ്യുക കേട്ടോ. ഒരു പീസ് കൂടെ ഉണ്ട്, അത് നമ്മളിത് ഈ കട്ടിങ്ങിൻ്റെ ഇതിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ തന്നെ 1/2 ഇഞ്ചോളം 3/4 ഇഞ്ചോളം ഉണ്ടാവും കേട്ടോ മടക്കി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത്
പീസും നമ്മൾ കണ്ടോ 2 പീസും താഴ്ഭാഗത്ത് 2.5 ഇഞ്ച് വീതിയോളം 2.5 നോക്ക് നമ്മൾ എത്ര വീതി ഉള്ളതെന്ന് കേട്ടോ ഇതാ 2.25 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ 2 പീസും ഈ 2 പീസും നമ്മൾ ഒന്നിച്ച് വെച്ച് നോക്കുക കറക്റ്റ് അല്ലേ നോക്കുക കേട്ടോ കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കുക മുകൾ ഭാഗത്ത് എങ്ങാനും അങ്ങോട്ടോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് ഒന്ന് കറക്റ്റായി കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒന്നും തന്നെ കട്ട് ചെയ്യാനില്ല രണ്ടും കറക്റ്റാണ് കണ്ടോ 2 പീസും നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം ഓക്കെ സെൻറ്ററിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹിപ്പളവ് 22 അപ്പോൾ 22നെ 4 കൊണ്ട് അരിച്ചിട്ട് പിന്നെ അതിൻ്റെ 4-1 ഭാഗം പകുതി ഭാഗം മുൻഭാഗത്തേക്ക് ബാൻഡ് ഇടാൻ വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മുൻഭാഗത്തേക്ക് നമ്മൾ 22ൻ്റെ പകുതി എത്രയാണ് 5.5 അല്ലേ 4-1 ഭാഗം 5.5 അല്ലേ അപ്പോൾ 5.5 11 ഓക്കെ 5 11 ഈ 11ൽ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് 5.5ൽ മടക്കിയിട്ട് നമ്മളൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക ചെയ്യണത് ഓക്കെ കണ്ടോ ഇവിടെ എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തു ഇവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തു ഇതിൽ 3 ഞെറിവാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുക്കുന്നത് കേട്ടോ 3 ഞെറിവാണ് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് മിടി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ആ മിടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് 3 ഞെറിവാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കണ്ടോ 1 2 3 ഇതിൻ്റെ ബാൻഡ് ഇതാ 1.5 ഇഞ്ച് വീതിയാണുള്ളത് അതേപോലെ ബാക്കിൽ നമ്മൾ അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഉക്കാണ് വെക്കുന്നത് കണ്ടോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഉക്ക് വെക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതേപോലുള്ള ഒരു മിഡിയും കൂടെ ചെയ്യാം അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ എൻ്റെ സ്റ്റാഫ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ചെയ്യാതെ പോയത് അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ചിൽ ഒരു നെറിവ് പിടിക്കട്ടോ ഒരു 4 ഇഞ്ചിൽ ഒരു നെറിവ് പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതിൽ കേട്ടോ പിന്നെ നമ്മൾ ഒന്നും കൂടെ ചെയ്യാം അതേപോലെ തന്നെ ഒന്നും കൂടെ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് വരണം കേട്ടോ ഇതിവിടെ വെച്ചിട്ട് കറക്റ്റ് വരണം കേട്ടോ ഒരു ലൈന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു കെട്ടിട്ട് കൊടുത്തു ഓക്കെ 4.5 ഇഞ്ചിലാട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു പീസ് കിട്ടിയില്ലേ ഇത് 3 പീസ് ആക്കണമല്ലോ കണ്ടോ ഒരു പീസാണ് കിട്ടിയത് ഇനി നമ്മൾ ഇവിടെ ഒരു 3 ഇഞ്ചിൽ 3 ഇഞ്ച് കേട്ടോ 3 ഇഞ്ചിൽ 4.5 ഇഞ്ച് ലെങ്ത്തിൽ ഒന്നുകൂടെ കൊടുക്കുക കേട്ടോ ഒരു ലെങ്ത്ത് ഇതും കൂടെ കൊടുക്കുക ഓക്കെ ഇത് ചെയ്യേണ്ടത് ചീത്ത വശത്താട്ടോ ഉൾവശത്താണ് ചെയ്യേണ്ടത് നല്ല വശത്ത് ചെയ്യരുത് കേട്ടോ നല്ല ഭാഗം ഉള്ളിലാണ് വരേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് പുറത്തോട്ട് വരണം കേട്ടോ അങ്ങനെ 2 ഞെറിവ് നമ്മൾ ഇട്ടു അതേപോലെ ഈ ഭാഗത്തും നമ്മൾ 3 ഇഞ്ചിൽ ഒരു ഞെറിവ് ഇടുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണ സമയത്ത് ഇങ്ങനെ നോക്കണം നമ്മൾ ഇങ്ങനെ നോക്കുക അപ്പോൾ ഇതാണല്ലോ ഇതിൻ്റെ സെൻറ്ററിലെ സെൻറ്റർ വശം ഏതാണ് ഇതല്ലേ ഫസ്റ്റ് ചെയ്തതല്ലേ അപ്പോൾ ഈ ബാൻഡ് വെച്ചിട്ട് നമ്മൾ നോക്കുക ബാൻഡിൽ ഇത് ഓക്കെ ആണോ എന്ന് കണ്ടോ അപ്പോൾ ഓക്കെ അല്ലേ ബാൻഡും ഇതും കുറച്ചില്ലേ ഒരിത്തിരി ആ ഒരിത്തിരി ഇങ്ങോട്ട് വിട്ടുകൊടുത്താൽ ഇത് ഓക്കെ ആയില്ലേ അപ്പോൾ ഇതിൽ മടക്കുക ഇതിൽ മടക്കിയിട്ട് അതിൽ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുക ചെയ്യണത് ഓക്കെ അതിൽ നമ്മൾ കണ്ടോ 3 ഇഞ്ച് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം
1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ പോകും കേട്ടോ. മേലെ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിൽ പോകും. പിന്നെ 4 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ 3 ഞെറി കിട്ടൂലേ. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഇതേപോലെ സെൻറ്റർ കാണുക. ഇതിനെ കണ്ടോ, ഇതേപോലെ സെൻറ്റർ കാണുക. അതേപോലെ ഇതിനെയും സെൻറ്റർ കാണുക. എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇവിടെ വെച്ച പീസില്ലേ 3 ഇഞ്ചിൻ്റെ പീസ്, അതിനൊത്ത സെൻറ്ററിൽ ഇങ്ങനെ മടക്കി വെക്കുക. ഒത്ത സെൻറ്ററിൽ ഇതേപോലെ മടക്കി വെക്കുക. എന്നിട്ട് ഇത് ഈ 4 ഇഞ്ചിൻ്റെ ഇതില്ലേ ഇതിൻ്റെ മേലോട്ട് വെക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററും കാണുക. ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് കാണുക. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ എവിടെ വരുന്നതെന്ന് വെച്ചാൽ അതിൽ തന്നെ ചെയ്യാം. അതേപോലെ ഇതിന് സെൻറ്റർ കണ്ട് മടക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് കറക്റ്റായി വെച്ചിട്ട് ഇവിടുന്ന് ഇവിടം വരെ ഉണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ കണ്ടോ മിഡിൻ്റെ ഫ്രണ്ട് വശമായി. ഓക്കെ, ഇനി ബാക്ക് വശമാണ് കേട്ടോ നമ്മൾ നോക്കണത്. ബാക്ക് വശം എത്ര? 22 കേട്ടോ. 30 22 10 22 10 32നെ 4 ഭാഗമാക്കും. ഹിപ്പ് റൗണ്ടിലേക്ക് നമ്മൾ 10 കൂട്ടിയിട്ട് അതിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടോ. ഹിപ്പ് റൗണ്ടിലേക്ക് 10 കൂട്ടി 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ ഒരു ഇഞ്ച് തുമ്പ് ഒഴിവാക്കി ഇതിൻ്റെ താഴ്ഭാഗത്ത് ചെറിയൊരു സ്റ്റിച്ചിങ് കേട്ടോ, ഏറ്റവും ചെറിയ രീതിയിൽ ഒരു സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച്, അരൻ്റെ കഷ്ടിച്ച് മതി കേട്ടോ. കാരണം ഈ ക്ലോത്ത് കുറവാണ്. നമുക്ക് 1.5 3 കിട്ടണം. ഒരിത്തിരി ജസ്റ്റ് ഒരിത്തിരി ഇങ്ങനെ മടക്കി അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ചെയ്തു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് മറ്റേ പീസ് വെച്ച് അടിക്കുക. നമ്മൾ പീസ് ഇതാ ഈ പീസിന് നമ്മൾ 1/2 ഇഞ്ച് മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് ഉൾവശത്തേക്ക് വരണം കേട്ടോ. ആ രീതിയിൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക ചെയ്യണത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പൊതുവെ സ്റ്റിച്ചിങ്ങിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന ഒരു സ്റ്റിച്ചിങ് ആണ്. നമ്മൾ ഒരു തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം അതിനെ പ്രസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കുടുങ്ങണ ഒരു പ്രോബ്ലം ഒന്നും വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് പീസ് കുടുങ്ങിയിരിക്കും, ഒരു വൃത്തിക്ക് നിൽക്കൂല ബാക്ക് പീസ്. അപ്പോൾ വൃത്തിക്ക് നിൽക്കാനും പിന്നെ 2 സ്റ്റിച്ച് എന്തായാലും നമ്മൾ ഞെറിവിന് കൊടുക്കണേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെ കൊടുക്കുകയായിരിക്കും. ഓക്കെ, ഈ തുണി നല്ല നൂല് പോണ തുണിയാണ്. ഇനി നമ്മൾ ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നല്ല വശത്തേക്കാണ് പ്രസ് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത ഭാഗത്താണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഓക്കെ, പീസിൽ
ഒരു ഏകദേശ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, കണ്ടോ മുൻപീസിൽ നമ്മൾ ഉള്ളോട്ടുള്ള ഞെറിവാണ് കണ്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടത് വശത്ത്, അപ്പോൾ ഈ ഭാഗമാണ് ഇടത് വശം അല്ലേ, ഈ ഭാഗത്ത് നമ്മളൊരു പീസ് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുമ്പ് ഇതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാണ്ട് കേട്ടോ. ഇടത് വശത്ത് ഒരു പീസ് കൊടുക്കുക ചെയ്യണത്. ഇതെന്തിനാന്ന് വെച്ചാൽ സൈഡ് ഓപ്പൺ ചെയ്യാൻ ഒരു കൊളുത്ത് വേണം പറഞ്ഞിട്ടുണ്ട്, അതിനാണ് കേട്ടോ, കൊളുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചോളം മേലോട്ട് ഇടുക. ഒരു ഇഞ്ചോളം മേലോട്ട് ഇട്ടിട്ട് 1/2 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനെ താഴോട്ട് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് മടക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇനി നൂല് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ മടക്കുകയാണ് കേട്ടോ. ഇത് മടക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ വെച്ച പീസ് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നാമത്തത് ഈ ക്ലോത്ത് നല്ല കട്ടിയുള്ള ക്ലോത്താണ്, പാൻറ്റിൻ്റെ ക്ലോത്തിൻ്റെ അത്ര കട്ടിയുണ്ട്. നമ്മൾ പിടിച്ചെടുത്തൊന്നും ക്ലോത്ത് നിൽക്കില്ല. അപ്പോൾ ഇനി ഇങ്ങനെ ഇവിടെ മടക്കി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുമ്പ് നമുക്ക് ബാക്ക് പീസ് കറക്റ്റ് ചെയ്യാണ്ട് കേട്ടോ. ബാക്ക് പീസിൽ ഇതാണുള്ളത് തുണി. ഇതിനെ നമ്മൾ ഇതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക ചെയ്യണത്. ഇത് നമുക്ക് തുമ്പിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ബാക്ക് പീസിലും തുമ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഞെറിവിട്ട് കൊടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട്. ആ സെൻറ്ററും ഒന്നിച്ച് വരണം. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല ഭാഗമായിരിക്കണം കേട്ടോ. ഇത് നല്ല വശമാണ്. ഓക്കെ, ഇത് നല്ല വശം. ഇതിൻ്റെ പിന്നെ മറുവശം ഉൾവശത്താണ്. ഉൾവശത്തും ഇത് നല്ല വശമാണ്. ഇതാണ് നല്ല വശം. ഇങ്ങോട്ട് മറിക്കുക ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ നല്ല വശത്ത് വെച്ച് നെറിവിടുന്നത് കേട്ടോ. ഇവിടുന്ന് തുടങ്ങുകയാണ്. ഓക്കെ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ വെട്ടും ഒന്നിച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ കുഞ്ഞു ഞെറിവുകൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലായിടത്തൊന്നും കിട്ടൂല നെറിവ്, കുറച്ചേ കിട്ടുള്ളൂ. വെട്ടും ഒന്നിച്ച് വന്നിട്ടോ. അതേപോലെ ഇതിനെയും ഞെറിവിട്ട് കൊടുക്കുക. ലാസ്റ്റ് വരെ ഞെറിവിട്ട് കൊടുക്കുക കേട്ടോ. നൂല് നമ്മൾ വിചാരിക്കണേക്കാളും എളുപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പോരുകയാണ്. ഇതൊരു 3 വയസ്സായ കുട്ടിക്കായിരിക്കും, 3-3.25 ഉള്ള കുട്ടിക്കായിരിക്കും. ഞാൻ കുട്ടീനെ കണ്ടില്ല, എൻ്റെ സ്റ്റാഫ് അളവ് എടുത്തതായിരുന്നു. ഇനി നമ്മളിവിടെ ഇതൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള ഗുണം നമുക്ക് ഇവിടെ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമ്മൾ മടക്കണ സമയത്ത് ഈ ഒരു വലിച്ചിൽ തുണിക്ക് വരില്ല, ഇതിങ്ങനെ നിൽക്കും. മടക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് നമുക്ക് മറുവശത്ത് പ്രസ് ചെയ്യണ സമയത്ത് ഒരു കറക്റ്റ് കിട്ടൂല. ഓക്കെ,
അപ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്രസ് ചെയ്യുന്നതും പിന്നെ ഞെറിവിന് ബലം കൂട്ടാനും പിന്നെ ഒരു ഫിനിഷിങ്ങിനൊക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ (1.1) നമ്മൾ ഇത് ചെയ്യുക കേട്ടോ. 1.1 1.5 ഇഞ്ച് വേണം, എന്നാലേ അലാസ്റ്റിക് കറക്റ്റായിട്ട് കയറുള്ളൂ. 1.5 ഇഞ്ച് ഉണ്ടെങ്കിൽ നൂലൊക്കെ എടുത്തിടുക, ഉള്ളിലുള്ള നൂലുകളും എല്ലാ വേസ്റ്റ് നൂലുകളും എടുത്തിട്ടിട്ട്. ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ, മുൻഭാഗമാണിത് കേട്ടോ. നല്ല വശമാണ്, അങ്ങോട്ടാണ് നമ്മൾ മറിച്ച് പ്രസ് ചെയ്യണത്. ഇതേപോലെ അവസാനം വരെ ചെയ്യാം. ഇനി നമ്മൾ അലാസ്റ്റിക് ആട്ട് കൊടുക്കുന്നത്. അപ്പം നിലവിൽ ഇത് എത്ര ഉള്ളത് നോക്കുക. അലാസ്റ്റിക് എടുക്കുമ്പോൾ നിലവിൽ ഇത് എത്ര ഉണ്ട് നോക്കുക. ഓക്കെ, നിലവിലുള്ളതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അലാസ്റ്റിക്. നിലവിലിത് 8.5 ഉള്ളത്, 8.5. അപ്പോൾ അതിൽ നിന്ന് അര കുറച്ചിട്ട് 8 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ കാണിക്കണ്ട കേട്ടോ. നമ്മൾ ആ 8 ഇഞ്ചിൽ അലാസ്റ്റിക് ഇട്ടു കണ്ടോ. 8 ഇഞ്ചിൽ ബാക്ക് പീസിന് അലാസ്റ്റിക് ഇട്ടു കേട്ടോ. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, അവിടെയും കൊടുത്തു. ഓക്കെ, ഇത് ഇതിലെന്ന് വെച്ചാൽ അലാസ്റ്റിക് നമ്മൾ അറിയാതെ ഉള്ളോട്ട് പോകും, പിന്നെ നമുക്ക് അതിന്മേൽ തന്നെ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതേപോലെ ഇനി നമുക്കൊരു പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ വെച്ചില്ലേന്നോ അതേപോലെ ഒരു പീസ് ഇതിന് വെച്ച് കൊടുക്കാം. ഈ ഭാഗത്താണ് കേട്ടോ വരിക പീസ്. ഇടത് ഭാഗത്ത് 1 ഇഞ്ച് മേലോട്ട് പോയിട്ട് ഇതുണ്ടാവുമോ അറിയില്ല, ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് എത്ര ഉണ്ടാവും നോക്കി. ഇതിൻ്റെ നല്ല ഭാഗം ഏതാണ്? നല്ല ഭാഗം ഇതില്ലേ. അപ്പോൾ താഴെ വെക്കണ്ടി കേട്ടോ. താഴെ വെച്ചിട്ട് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് മേലോട്ട് കയറ്റിയിട്. കുറച്ച് തുണി കുറവാണ്, പക്ഷെ ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ഇത്ര മതി. 5.5 ഇഞ്ച് ഉണ്ട് നീളം. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ മടക്കി കൊടുത്തു കണ്ടോ. എന്നിട്ട് ഇവിടെ മടക്കണോടൊപ്പം ഇവിടെയും മടക്കി. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇങ്ങോട്ട് കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തു. ഇത് കണ്ടോ, ഇതേപോലെ ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുൻ പീസും ബാക്ക് പീസും കൂടെ യോജിപ്പിക്കാം. ഓക്കെ, ബാക്ക് പീസ് കേട്ടോ, ഇത് മുൻ പീസ്. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കണം. നല്ല ഭാഗം. ഓക്കെ, ഇതിൻ്റെ നല്ല ഭാഗം ഇതും ഇതിൻ്റെ നല്ല ഭാഗം ഇതുമാണ് കേട്ടോ. ഞാൻ കാണുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് വരേണ്ടത്, ഇങ്ങനെ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനും ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ട് ഈ സ്റ്റിച്ചും
ഈ സ്റ്റിച്ച് ഒന്നിച്ച് പിടിക്കുക. ഇത് രണ്ടും കറക്റ്റായിട്ട് പിടിക്കുക കേട്ടോ. ഇത് ഒന്നുകൂടെ കാണിക്കാം. ഇതും ഒന്നിച്ച് വെക്കുക. ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഇവിടെ ഇത്ര മതി ഓപ്പണ്. ഈ സ്റ്റിച്ചും ഇങ്ങനെ ഒന്നിച്ച് വരണം. ഇത് വെക്കണ സമയത്ത് രണ്ടും കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇത് കെട്ടിട്ട സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ താഴോട്ടടിക്കുക കേട്ടോ. താഴോട്ട് ഇതിനെ രണ്ടിനെയും കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടടിക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് കൊളുത്തുന്ന ഭാഗം കേട്ടോ. ഇങ്ങനെ കൊളുത്താൻ കിട്ടിയില്ലേ, കാണിച്ചു തരാം. നിറയെ നൂലാണ് കണ്ടോ. ഇതാണ് കൊളുത്തുന്ന ഭാഗം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഓപ്പണിങ് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഓപ്പണിങ് വരിക. ഓക്കെ, ഇനി നമ്മളിവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിലിങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ കറക്റ്റായി പിടിച്ചിട്ട് ഇവിടുന്ന് ഒരു സ്റ്റിച്ച് ഇടുക. നമ്മൾ ഇങ്ങോട്ട് ഇവിടെ കറക്റ്റായി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ മിഡിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ, ഏറ്റവും പ്രയാസമുള്ള ഭാഗങ്ങളും എങ്ങനെ ഈസിയായി ചെയ്യാമെന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി നമ്മളിത് ഇവിടെയും കൂട്ടുക കേട്ടോ. ഈ ഭാഗം കൂടെ കൂട്ടി കൊടുക്കുക. ഈ ഭാഗം കൂട്ടുമ്പോൾ ഇത് എത്ര അളവുള്ളത് നോക്കാം. ടൈപ്പ് എടുക്കാം. ഒമ്പത് ഇഞ്ച് അത് മതി. കാരണം കുട്ടീൻ്റെ ഷേപ്പ് 21 അതിൽ നിന്ന് 2 ഇഞ്ച് കുറഞ്ഞിട്ടാണ് നമുക്ക് അളവ് കിട്ടേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് രണ്ടും കറക്റ്റായി പിടിച്ചിട്ട് അങ്ങനെ നമ്മളെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്കേർട്ട്. നമ്മളിത് എത്ര അളവുള്ളത് നോക്കാം. മൊത്തത്തിൽ എത്ര ലെങ്ത്ത് ഉണ്ട് നോക്കാം. ലെങ്ത്ത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കേട്ടോ നോക്കേണ്ടത്. ലെങ്ത്ത് മുകളിൽ വെക്കണ ബാൻഡും അലാസ്റ്റിക് ഒന്നും കൂട്ടണ്ട. കണ്ടോ, കറക്റ്റ് 9. ഓക്കെ, നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് 9 ഇഞ്ചിൽ ഒത്തിരി പോലും കൂടുതൽ വേണ്ട. അവൾ കുഞ്ഞു വാവേണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കറക്റ്റായ അളവിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാ അൽഹംദുലില്ലാ, നമ്മളാ 2 മിഡിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതാണ് 2 മിഡി കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷർട്ട് ഇനി ചെയ്യാണ്ട്, അപ്പോൾ നമ്മൾ മിഡി ചെയ്യണ വീഡിയോ ചെയ്യുക, അത് കാണിക്കാതിന് ശേഷം ഷർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 6 മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട്. ചുരിദാർ, മാക്സി, ബ്ലൗസ്, ഫ്രോക്ക് എന്തും പഠിക്കാം. അതിൽ നമ്മൾ സാദാ പാൻറ്റ്, പലാസ, സ്ട്രൈപ്പ് പാൻറ്റ്, ചുരി ബോട്ടം, പാട്ടിയാല, ഓപ്പൺ ഉള്ള ടോപ്പ് ഇല്ലാതെ ലൈനിങ് വെച്ചിട്ട് വെക്കാതെ എങ്ങനെ പെർഫെക്ഷനോടുകൂടെ ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന ക്ലാസ് ഉണ്ടാവുക. നമുക്ക് അടിത്തറയാണ് ആദ്യം വേണ്ടത്. അടിത്തറ പവറായി കഴിഞ്ഞാൽ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് കാര്യമാകുമ്പോഴും നമ്മൾ ഓൾറെഡി അതിൽ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കിപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, പിന്നെ ചുരിദാറിൻ്റെ നെക്ക് ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട്, അതേപോലെ എനിക്ക് നെക്ക് പെർഫെക്ഷൻ ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്
അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് മെഷർമെൻറ്റ് അറിയാത്തതിൻ്റെ പേരിലാണ്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യൽ എങ്ങനെയെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുത്തൊരു ഭാഗത്തേക്ക് പോണ പ്രോബ്ലമോ ഒരാളെ ശരീരത്തിൽ ഡ്രസ്സ് ഇടുന്ന സമയത്ത് കറക്റ്റ് ഫിറ്റിങ്സ് അല്ലാത്ത പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. അത് 100% നമുക്ക് ഉറപ്പാണ്. നമ്മൾ 10-14 വർഷമായി നമ്മൾ പിന്നെ മാഷാ അല്ലാഹ് ക്ലാസ് എടുക്കണേ. പിന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ഒരു വർഷത്തോളം റെക്കോർഡഡ് വീഡിയോകൾ വെച്ചിട്ട് 1 വർഷത്തോളമായി. അത്യാവശ്യം മാഷാ അല്ലാഹ് നല്ല സ്റ്റുഡൻ്റ് ഉണ്ട്. എല്ലാ സ്റ്റുഡൻറ്റിൻ്റെ ഫീഡ്ബാക്ക് നല്ലതാണ്, അവർ നല്ലതാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത ഈ മിടി ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും പെർഫെക്റ്റ് ആയിട്ട്. ഇതൊക്കെ നമ്മൾ കുട്ടീനെ അളവെടുത്തിട്ടേ ഉള്ളൂ. അളവെടുത്തത് നമ്മൾ എങ്ങനെ അവരെ തുണിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യാന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഏത് രൂപത്തിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഐഡിയ ഉണ്ടാവണം. എങ്ങനെയാണെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് കിട്ടുന്നത് വേണം. നമുക്ക് ആ മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്ര ഐഡിയപരമായിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പാൻറ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതന്നെ കുറഞ്ഞ ഫീസിൽ ഇതന്നെ 500 രൂപക്ക് നമ്മൾ 6 മാസത്തെ ഫ്രീ കോഴ്സാണ് തരുന്നത്. 500 രൂപ മാത്രം അടച്ചാൽ മതി. ഇതിൽ നമ്മൾ ചിന്തിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, സാമ്പത്തികപരമായി പിന്നോക്കാവസ്ഥ നിൽക്കുന്ന വീട്ടമ്മമാർക്കും അതേപോലെ സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും പിന്നെ ചെറിയ ഫീല് ഏറ്റവും മികച്ച ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടുന്ന് നാളേക്കുള്ള ഒരു ഗുണകരമായ പ്രവൃത്തിയായി മാറാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പാൻറ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പിന്നെ എന്താ പറയുക മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ട് വ്യക്തമായ രൂപത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. ഇതിലേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വളരെ വ്യക്തതയോടെ നമ്മൾ ബോർഡിൽ എഴുതിയിട്ട് ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാണ് ക്ലാസ് തരുന്നത്. അപ്പം ഇന്നെ കൊണ്ട് കഴിയുമോ അങ്ങനൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവും. കഴിയില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവാനേ പാടില്ല. എപ്പോഴും നമ്മൾ ചെറുതിനെ പറ്റിയിട്ടല്ല ചിന്തിക്കേണ്ടത്, ഏറ്റവും മേലത്തിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. പടച്ചോനെ നമ്മൾ എന്താഗ്രഹിക്കണോ ആഗ്രഹത്തിൻ്റെ ഒപ്പം നമ്മൾ പ്രയത്നിച്ചാൽ പടച്ചോനും പ്രപഞ്ചവും നമ്മളൊപ്പം നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനായാലും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണോ ആഗ്രഹിക്കണം എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണല്ലോ. അതേപോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ ആ ആഗ്രഹത്തിൻ്റെ ഒപ്പം പടച്ചോനും പ്രപഞ്ചവും നിൽക്കണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രയത്നിക്കണം, നന്നായി പ്രയത്നിക്കും വേണം. അപ്പോൾ നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും 500 രൂപ അഡ്മിഷൻ ഫീല്. ചുരിദാർ, മാക്സി, ബ്ലൗസ്, ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ കഴിയും. അതേപോലെ പാൻറ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു ഫീല്, അതും നിങ്ങൾക്ക് പഠിക്കാം. ആരി വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെവൽ 1ഉം 2ഉം കൂടെ ചെറിയ അഡ്മിഷൻ ഫീല്, അതും നമ്മൾ വലിയൊരു ഫീ ഒന്നും ഈടാക്കണില്ല. നമ്മളുടേതായ ഡ്രസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വർക്ക് ചെയ്തിട്ട് അതൊന്നും കൂടെ പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറാണ്. ഒരു പ്ലെയിൻ ക്ലോത്ത് നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു ചുരിദാറായിട്ട് യൂസ് ചെയ്യുന്നതും അതിലൊരു വർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതും രണ്ടാണ്. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയ രൂപത്തിലാണ്. എത്രയും വേഗം 80 86 82 49 49 പറയണം നമ്മളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് വാട്സപ്പിൽ നിങ്ങളെ കിട്ടില്ല, ഈ നമ്പറിൽ വാട്സപ്പ് ഇല്ല എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. വാട്സപ്പ് ഉണ്ട്, എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കോൾ ചെയ്താൽ മതി. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ നോക്കാൻ വൈകും, ചില സമയത്ത് നമ്മൾ തിരക്കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യും. നമ്മളല്ലെങ്കിൽ നമ്മളെ മക്കളെങ്കിലും അതിന് റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ 80 86 82 49 49 പറയണം നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഏറ്റവും മികച്ച ഒരു ഓൺലൈൻ ക്ലാസ് A to Z എന്ന ഞങ്ങളെ സ്ഥാപനം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.